ക്യാപ്റ്റൻ മില്ലർ. ഈ പടത്തെ കുറിച്ചിട്ട് പറയുന്നതിന് മുന്നേ അറിയാലോ, ധനുഷിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ സിനിമ എല്ലാവരും എടുത്തു നോക്കുക. കാരണം ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും ആള് പെർഫോമൻസ് കൊണ്ടൊന്നും മോശമാക്കിയിട്ടില്ല. കാരണം കിട്ടിയ റോളുകളൊക്കെ നല്ല പക്കയായിട്ട് ചെയ്യാനായിട്ട് ആള് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അത് പല സിനിമകളിലും നമുക്ക് റിസൾട്ട് എവിഡന്റ് ആണ്. പിന്നെ അരുൺ മാധേശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ആൾ എടുത്തിട്ടുള്ള റോക്കി ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് സാനിക്കായുധം. കാരണം അതിലുള്ള കീർത്തി സുരേഷ്, സെൽവരാഘവൻ, അവരുടെ ഒരു പെർഫോമൻസും ആൻഡ് ആ സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ അത്രയും കിടിലൻ തന്നെയായിരുന്നു. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആയിരുന്നു സാനിക്കായുധം. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതൊരു ട്രിലജി മൂവിയാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പടം കാണുന്നതിന് അത്രയും എക്സ്പെക്ടേഷൻ തന്നെയായിരുന്നു. ആൻഡ് ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ക്യാപ്റ്റൻ മില്ലർ. കാരണം ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ്സിൽ ഒന്ന് ധനുഷിന്റെ സ്വാഗ് തന്നെയാണ്. ക്യാപ്റ്റൻ മില്ലർ അഥവാ ഈസൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ത്രൂ ഔട്ട് ജേർണി കാണിച്ചിട്ടുള്ളത് നന്നായിട്ടുണ്ട്. ഈവൻ ആ ഒരു വില്ലേജിൽ നിന്ന് ബ്രിട്ടീഷ് ആർമിയിൽ ചേരാൻ പോവുകയും പിന്നീട് അവിടെ നിന്ന് ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളും ആൻഡ് എങ്ങനെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ആ ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് മാറുന്നതെന്നൊക്കെ പറയുന്ന സ്റ്റോറിയിലേക്ക് കൊണ്ടുപോയതൊക്കെ ഫസ്റ്റ് ഹാഫിൽ നൈസ് ആയിരുന്നു. ആൻഡ് ഇതിൽ ഓവറോൾ ആ ഒരു മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് എടുത്ത് പറയാതെ വയ്യ. ജി.വി. പ്രകാശ് കുമാർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൽ ധനുഷ് വരുന്ന സീനിലത്തെ കുറെ മ്യൂസിക്കും ബിജിഎമ്മും ഈവൻ ഇന്റർവെൽ പോർഷനിൽ ആ ഒരു ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു മ്യൂസിയം ഒക്കെ വളരെ നൈസ് ആയിരുന്നു. ആൻഡ് അത് പലയിടങ്ങളിലും ആ ഒരു ബിജിഎം തന്നെയായിരുന്നു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സോൾ ആയിട്ട് നിന്നിരുന്നത്. ആൻഡ് അത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് ജി.വി. പ്രകാശ് കുമാറിന് പറ്റി എന്ന് തന്നെ പറയാം. ആൻഡ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ്, ഒരു 50 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ആൻഡ് ഈ 50 കോടിക്ക് എടുത്തിട്ടുള്ള ഒരു മേക്കിംഗ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഈവൻ ഇതിനേക്കാളും വലിയ ബഡ്ജറ്റ് വരുന്ന പല സിനിമകളിലും നമുക്ക് കാണുമ്പോൾ ഇത് എന്ത് മേക്കിംഗ് എടുത്തു വെച്ചാൽ നമ്മൾ ചോദിച്ചു പോകും. ബട്ട് ഇവിടെ ആ ഒരു ബഡ്ജറ്റിനേക്കാൾ നല്ല രീതിയിൽ പണിയെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ആ ഒരു വില്ലേജിലത്തെ ടെമ്പിള്, അവിടെ മൊത്തത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിലത്തെ സെറ്റിങ്ങുകൾ, ഡ്രസ്സിങ്, അതൊക്കെ വളരെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ സിനിമയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ പലയിടങ്ങളിലും പിടിച്ചിരുത്തുന്നതിനായിട്ട് സഹായിച്ചിരുന്നു. പിന്നീട് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയിലേക്ക് പറയേണ്ട കാര്യം ഈ സിനിമയുടെ സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറി സെറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് നമ്മളെ എത്രത്തോളം പിടിച്ചിരുത്തുന്നതിനുള്ള ഒരു ഫാക്ടർ മിസ്സിംഗ് ആയ പോലെയായിരുന്നു. ഈവൻ ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ്, ഫുൾ ഓൺ വാർ മൂവി അല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും പലയിടങ്ങളിലും പിടിച്ചിരുത്താനുള്ള ആ ഒരു ഫാക്ടർ നല്ല രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ളതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഇന്റർവെലിനോട് അടുക്കുമ്പോൾ ഒരു ചേസ് സീക്വൻസും ആൻഡ് സെക്കൻഡ് ഹാഫിലുള്ള ഒരു ബാക്കി ഫുള്ള് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് പിന്നീട് ഉള്ളത്. ആൻഡ് ഈ ഫൈറ്റ് സീക്വൻസിലൊന്നും നമുക്കൊരു മാസ് മൊമെന്റ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആ ഒരാളെ കുറച്ചും കൂടിയും ഒരു, എനിക്ക് തോന്നുന്നു ഒരു എയർ റൈറ്റഡ് മൂവി ആയിട്ട് ഇത് എടുക്കായിരിക്കും നല്ലതെന്ന് തോന്നി. കാരണം അത്രയും കുറെ സീനുകളിൽ അത്രയും ബ്ലഡ് ഷെഡ് ഒക്കെ കാണിച്ചിട്ട് എടുക്കാവുന്ന ഒരു പടമായിട്ട് മാറ്റായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ സാനിക്കായുധം കണ്ട സമയത്ത് അതിലും കുറച്ചും കൂടിയും എന്താ പറയാ ഇത്തിരി വയലൻസ് കൂടിയ രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയിൽ ഈവൻ പല സീനിലും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ട്രെയിലറിൽ ഈ ഒരു ധനുഷ് ഒരു അതിന്റെ ഉള്ളിൽ കൂടെ ഒരു തോക്ക് വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സീൻ. ശരി, ആ സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ബ്ലഡ് ഷെഡ് ആയിട്ട് അവൻ കിടക്കുകയാണ്. ബട്ട് ആ ഒരു സീനിലായാൽ പോലും അത്രത്തോളം വലിയൊരു ബ്ലഡ് ഷെഡ് ആ ഒരു റൂമിൽ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എല്ലാവരും വീണ് കിടക്കുന്ന പോലെയായിരുന്നു കണ്ടിരുന്നത്. ശരിക്കും പല സീനുകളിലും കുറച്ചും കൂടി വയലൻസ് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. അത് ശരിക്കും സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് മൊത്തത്തില് ഇപ്പൊ നമ്മളിപ്പോ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഈവൻ അവർ ഇത്രയും വലിയൊരു ആർമി ആയിട്ട് വന്നിട്ട് പോലും അവരെയൊക്കെ സിമ്പിൾ ആയിട്ട് ഫൈറ്റ് ചെയ്ത് കളയണ പോലെ കാണിച്ചത്. കാരണം അവർ അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുടെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്ക് എത്രത്തോളം ആ ഒരു വില്ലേജിൽ ഒരു ഹോൾഡ് ഉണ്ടെന്നും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആർമിക്കാർ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ അവരെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു പല സീനുകളും സെറ്റ് ചെയ്തിരുന്നത്. അവർക്ക് കുറച്ചും കൂടി ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് അടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അവര് എന്നുള്ള ഒരു ഇത് കാണിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സിനിമയിൽ മറ്റുള്ള ആ ഒരു ആക്ടേഴ്സിന് ഒരു സ്പേസ് കൊടുക്കാൻ ചെയ്ത പോലെ തോന്നിയുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആൻഡ് ബാക്കിയുള്ള ആക്ടേഴ്സ് ആയാലും ശരി, ഇപ്പൊ ശിവണ്ണ, അതുപോലെ തന്നെ പ്രിയങ്ക അരുൾമോഹന്റെ ക്യാരക്ടർ, ശരിക്കും പ്രിയങ്കയുടെ ക്യാരക്ടറൊക്കെ കീർത്തി സുരേഷിന് കൊടുക്കുക, ആ ഒരു ക്യാരക്ടർ ആയിട്ട് കീർത്തി സുരേഷിനെ കാസ്റ്റ് ചെയ്യുന്നു കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ തോന്നി. കാരണം പല സീനുകളിലും കീർത്തി സുരേഷിന്റെ ആ ഒരു പ്രസൻസ് ആ സീനിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് കിട്ടിയേനെന്ന് തോന്നി. ആൻഡ് അതൊക്കെ ഈവൻ ശിവണ്ണയുടെ ക്യാരക്ടറായാലും അത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പൊ ആളുടെ ഒരു എൻട്രി അല്ലെങ്കിൽ മറ്റുള്ള സീനുകളായാൽ പോലും അതെ അത്ര വലിയൊരു ഫീല്, അല്ലെങ്കിൽ ഇപ്പൊ ജയിലറിലൊക്കെ നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ സ്വാഗ് ഉണ്ട്, അത് ആ പടം, ഇത് ഈ പടം എന്ന് പറയും. ബട്ട് ഈ പടം ആയാലും ശരി ആ ഒരു ക്യാരക്ടറിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഈവൻ ഇത് ട്രിലജി പടാണെന്ന് പറഞ്ഞാൽ പോലും. ആൻഡ് ഓവറോൾ ഇപ്പൊ മറ്റുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ പലർക്കും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആയിരുന്നു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ പേര് ഇങ്ങനെ ഇൻബിറ്റ്വീൻ വരുന്നു പോകുന്നു. ഇനിയിപ്പോ അടുത്ത പാർട്ടിലേക്ക് വേറെ കുറെ ആൾക്കാർ വരാനുണ്ട് എന്ന് പറഞ്ഞാലും ശരി,
നമുക്ക് അടുത്തൊരു പാർട്ട് കാത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആണോ പടം നന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജസ്റ്റ് ഈ ഒരു മേക്കിംഗ് ആൻഡ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവുകൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ മേക്കിംഗ്, ജി.വി. പ്രകാശ് കുമാറിന്റെ മ്യൂസിക്, ധനുഷിന്റെ സ്വാഗ്, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക്, ഇതൊക്കെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമായി മാറി ക്യാപ്റ്റൻ മില്ലർ. ഒരുപാട് ശരിക്കും ഈ പടം കാണാൻ അതിന്റെ ടീസറൊക്കെ റിലീസ് ചെയ്ത സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ ടീസർ ആദ്യമായിട്ട് റിലീസ് ചെയ്ത സമയത്ത് കണ്ടപ്പോൾ അത്യാവശ്യം കിടിലനായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, പല ഷോട്ടുകളൊക്കെ ഒക്കെ തോന്നിയിരുന്നു. ആൻഡ് ഈവൻ ധനുഷിന്റെ ചില സീനുകളൊക്കെ അതിൽ കാണിച്ചപ്പോൾ ഈ ജയിലർ കാണാൻ ഞാൻ പോയ സമയത്ത് ഇതിന്റെ ടീസർ ഇട്ടപ്പോൾ അത്രയും ഇമ്പാക്ട്, ഒരു തിയേറ്ററിൽ ഇരുന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു പടം തന്നെയായിരിക്കും ഇതെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ സ്റ്റോറി കുറച്ചും കൂടിയും പ്രതീക്ഷിച്ചു, ബട്ട് ആ ഒരു ലെവലിലേക്ക് പടം എത്തിയില്ല. തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പാളിപ്പോയൊരു കാര്യം. ആൻഡ് പല മാസ് മൊമെന്റുകളും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് അത്രയ്ക്കും ഒരു ഫീല് തരാൻ പറ്റാതെ പോയ പല സീനുകൾ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കളഞ്ഞ പല സീനുകളും പിന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ഈ പടത്തിൽ എനിക്ക് ഏറ്റവും വലിയ തോന്നിയൊരു നെഗറ്റീവ്. ആൻഡ് ഓവറോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറി ക്യാപ്റ്റൻ മില്ലർ. ഒരുപാട് പ്രതീക്ഷിച്ചു, ജനുവരിയിലുള്ള റിലീസുകൾ ഏറ്റവും പ്രതീക്ഷ വെച്ചൊരു പടം തന്നെയായിരുന്നു ഇത്. ആൻഡ് അതുകൊണ്ട് തന്നെ, കാരണം അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ, ആൻഡ് അത്രയും കുറേം കൂടി ഇങ്ങനെ ഇതൊരു വാർ ബേസ്ഡ് മൂവി എന്നൊക്കെ പറയുമ്പോൾ അതെ അത്രയും പ്രതീക്ഷിച്ചു. ആൻഡ് ഈവൻ അന്നത്തെ കാലഘട്ടത്തിലത്തെ ഒരു ജാതി ഇഷ്യൂ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് നിന്നുണ്ടായിരുന്നു. എന്തോ ജസ്റ്റ് എന്തോ ആ ഒരു പ്രതീക്ഷിച്ച ഒരു ഇതിലേക്ക് പടത്തിയില്ല. അത് തന്നെയായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് പടത്തിൽ തോന്നിയത്. എന്തായാലും ഇനി അടുത്ത പാർട്ട് അത്യാവശ്യം നന്നാവട്ടെ, ഇതിനേക്കാൾ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആ പടങ്ങളിലേക്ക് വരുത്താൻ പറ്റട്ടെ ഇനി വരുന്ന 2 പടങ്ങളിലും ഈ ഒരു ട്രിളജിയിൽ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അൺടിൽ ദെൻ